السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد. ആദരണീയരായ ഉസ്താദുമാർ, പ്രസ്ഥാന കുടുംബത്തിൻ്റെ നേതാക്കൾ, പ്രവർത്തകർ, ഈ നാട്ടിൻ്റെ മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, മുഅ്മിനീൻ, പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിൻ്റെ കർമ്മധീരരായ വിദ്യാർത്ഥി കൂട്ടുകാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹാനായ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു ഉസ്താദാകുന്ന ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ഏറ്റവും വലിയ പണ്ഡിതനും സൂഫി വര്യനുമായ ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു എന്ന ഉസ്താദ് ശിഷ്യനായ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എത്ര വർഷമായി നീ എൻ്റെ കൂടെ ദർസിൽ പഠിക്കാൻ ആരംഭിച്ചു? ഉസ്താദിനോട് ശിഷ്യന്റെ മറുപടി, മുൻപ് 33 സന, ഏകദേശം 33 വർഷങ്ങളോളമായി ഞാൻ നിങ്ങളുടെ ദർസിൽ പഠിക്കുന്നു. ഉസ്താദ് വളരെ അഭിമാനത്തോടെ, സന്തോഷത്തോടെ വീണ്ടും ചോദിക്കുകയാണ്, 33 വർഷക്കാലം എന്ന് പറയുന്നത് നിന്റെ ആയുസ്സിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എന്റെ ജീവിതത്തിന്റെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഈ ആയുഷ്കാലത്ത് എൻ്റെ അടുക്കൽ നിന്ന് നീ എന്താണ് പഠിച്ചത്? 33 വർഷക്കാലത്തെ കാലയളവിൽ എന്താണ് നീ എന്നോട് പഠിച്ചത് എന്ന് ഉസ്താദാകുന്ന ഷഖീഖുൽ ബൽഖി റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ ശിഷ്യനാകുന്ന ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 8 മസായിൽ, 8 കാര്യങ്ങൾ മാത്രമേ നിങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഉസ്താദ് വളരെ അത്ഭുതത്തോടെ പറയുന്നുണ്ട്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു അത്ഭുതമാണ്! നിന്റെയും എന്റെയും ആയുസ്സിന്റെ പകുതി ഭാഗവും നഷ്ടപ്പെട്ടു പോയത് ഈ ഇൽമിന്റെ മജ്ലിസിലാണ്. ഈ അറിവ് പഠിക്കുക, പഠിപ്പിക്കുക എന്നതുകൊണ്ട് 33 വർഷക്കാലം നഷ്ടപ്പെട്ടില്ലേ ആറ്റം? കേവലം 8 കാര്യങ്ങൾ മാത്രമാണോ നീ ഇവിടെ നിന്ന് പഠിച്ചത് എന്ന് എന്നെ വല്ലാത്ത ഖേദമുണ്ടാക്കുന്നുണ്ട് എന്ന് ഉസ്താദ് പരാതി പറഞ്ഞപ്പോ ശിഷ്യനായ ഹാത്തിമുൽ അസ്മ വീണ്ടും പറയുന്നു, ഉസ്താദ്, ഞാൻ നിങ്ങളുടെ അടുത്തിൽ 8 കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ കളവ് പറയാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ 8 കാര്യങ്ങളല്ലാതെ വേറൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് വളരെ കുറഞ്ഞ കാലയളവിൽ മതബിരുദവും ഭൗതിക ബിരുദവും നേടാനാകുന്ന ഓൺലൈൻ സംവിധാനങ്ങളിലൂടെ 6 മാസത്തിനകങ്ങളിൽ, 1 വർഷങ്ങളിൽ മതബിരുദവും ഭൗതിക ബിരുദവും കരസ്ഥമാക്കാനാകുന്ന ആൽഫ ജനറേഷന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഈ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വിദ്യാഭ്യാസ സംരംഭങ്ങളും എല്ലാം, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കരങ്ങളെല്ലാം ലോകമെങ്ങാടും വളരെ പ്രസിദ്ധിയാർജിച്ച് പ്രവർത്തിക്കുമ്പോഴും ഇന്നും വളർന്നു വരുന്ന തലമുറയിൽ മൂല്യമുള്ള, വ്യക്തിത്വമുള്ള, ജീവിതത്തിന്റെ ദർശനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വിദ്യാർത്ഥി തലമുറയെ നമുക്ക് കാണാൻ വളരെ അപൂർവമാകുന്നതിന്റെ കാരണം തന്നെ പഠന കാലയളവ് കുറയുകയും കേവലം ബിരുദങ്ങൾക്ക് വേണ്ടിയും ജോലികൾക്ക് വേണ്ടിയും മാത്രം പഠനങ്ങളെ, മതപഠനങ്ങളെയും ഭൗതിക പഠനങ്ങളെയും ചുരുക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി നാം മനസ്സിലാക്കേണ്ടത്. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു തന്നെ ഒരു അറിവ് പഠിക്കുന്ന, മതവും ഭൗതികവുമായ ഏതൊരറിവും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകേണ്ട 6 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവിടെയും പറഞ്ഞത് തൂലു സമാനി എന്നത് വളരെ പ്രധാനമാണ്. ധാരാളം വർഷങ്ങൾ, ധാരാളം സമയങ്ങൾ പ്രാപ്തനായ ഗുരുവര്യയുടെ അടുക്കൽ നിന്ന് പഠിക്കുമ്പോഴാണ് മൂല്യമുള്ള ജീവിതത്തിന്റെ വ്യക്തിത്വങ്ങളിൽ പകർത്താനാകുന്ന വിദ്യകളും അറിവുകളും നമുക്ക് പഠിക്കാനാകുന്നത് എന്ന് ചരിത്രങ്ങളും ഭാവിയും ഭൂതവും എല്ലാം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലും അങ്ങനെ തന്നെ ഒരു സംഭവമാണ്. 33 വർഷത്തിൽ എന്താണ് പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ മഹാനവരുകൾ പറഞ്ഞ മറുപടി അതാണ്, 8 മസലകൾ മാത്രമേ ഞാൻ നിങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുള്ളൂ. ഉസ്താദ് വളരെ അത്ഭുതത്തോടെ പറയുന്നു, ഹാത്തിമ ഇൻദക അസ്മ, എന്നാൽ ആ 8 കാര്യങ്ങൾ എന്നോട് പറഞ്ഞു തരണം. ഏതാണ് ആ 8 കാര്യങ്ങൾ? മഹാനായ ഹാത്തിമുൽ അസ്മ റളിയല്ലാഹു അൻഹു പറയാണ്, അന്നി നളർതു ഇലൽ ഖൽഖ്,
ഞാൻ ഈ ലോകത്തിലുള്ള മുഴുവൻ സൃഷ്ടികളിലേക്ക് വന്ന് കണ്ണോടിച്ചു നോക്കി. എല്ലാവരും പരസ്പരം വ്യക്തികൾ സ്നേഹിക്കുന്നവരാണ്. ഉമ്മ വാപ്പയെയും മക്കൾ മാതാപിതാക്കളെയും ഭാര്യ ഭർത്താക്കന്മാരും ജ്യേഷ്ഠ അനുജന്മാരും കൂട്ടുകാരും കുടുംബക്കാരും നാട്ടുകാരും ബന്ധുക്കളും എല്ലാം പരസ്പരം സ്നേഹിക്കുന്നവരും ബന്ധങ്ങൾ പുലർത്തിയവരുമാണ്. അങ്ങനെ എല്ലാ ധാരാളം സ്നേഹവലയങ്ങളും സൗഹൃദ വലയങ്ങളും ശേഖരിച്ച ആ മനുഷ്യരുടെ മരണത്തോടു കൂടി അയാൾ ഖബറിലേക്ക് യാത്രയായി കഴിഞ്ഞാൽ അയാൾ അദ്ദേഹത്തിന്റെ സൗഹൃദവലത്തെ വിട്ടുപിരിയുകയാണ്, കൂട്ടുബന്ധത്തിനെ വിട്ടുപിരിയുകയാണ്. അയാൾക്ക് ആരുമില്ലാതെ തനിച്ചാവു പോവുകയാണ്. പ്രിയപ്പെട്ട ഉസ്താദിന്റെ മുന്നിൽ സസ്യം സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എന്റെ കൂട്ടുകാരനായി എന്റെ ജീവിതത്തിലുള്ള സൽക്കർമ്മങ്ങളെ മാറ്റിവെച്ചു. എന്റെ ജീവിതത്തിൽ എനിക്ക് ഖബറിലേക്ക് കൂട്ടുകിടക്കേണ്ട ആളുകളെയാണ് ഞാൻ കൂട്ടുകാരനായി മാറ്റിയത് എന്ന് മഹാനായ ഹാത്തമുൽ അസ്വദങ്ങൾ പറയുകയാണ്. അങ്ങനെ ഞാൻ ഖബറിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടുകാരാകുന്ന എന്റെ സൽക്കർമ്മങ്ങൾ എന്റെ കൂടെ വന്നിട്ടുണ്ട്. ഈ ലോകത്ത് മനുഷ്യർ പലരും സ്നേഹികളാണ്, കൂട്ടുകാരാണ്, എല്ലാവരും പരസ്പരം സ്നേഹിക്കുന്നവരാണ്, എല്ലാവരും പരസ്പരം ബന്ധമുള്ളവരാണ്, ഏത് പ്രയാസങ്ങൾക്കും കൂടെ നിൽക്കുന്നവരാണ്, ഏത് വിഷയങ്ങൾക്കും താങ്ങും തണലുമാകുന്ന കൂട്ടുകാരാണ്, ഒരു ദിവസം പോലും പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്ത ബന്ധമുള്ളവരാണ്. പക്ഷേ ആ മനുഷ്യൻ മരണപ്പെട്ട് കഴിയുമ്പോഴേക്ക് കൂട്ടുകാർ പരസ്പരം പിരിയുന്നു. ബാപ്പ പിരിയുന്നു, ഉമ്മ പിരിയുന്നു, ഭാര്യയും ഭർത്താവും തമ്മിൽ വേർപിരിയുന്നു. കൂട്ടുകാർ ഖബർ വരെ വരുന്നുള്ളൂ, എല്ലാവരും പിരിയുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ നന്മകളെ കൂടെ കൂട്ടി കൂട്ടുകാരനാക്കി മാറ്റി. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് തന്നെയാണ്. സൽക്കർമ്മങ്ങളുള്ളവർക്ക്, സൽക്കർമ്മങ്ങൾ കൂടെ നിൽക്കുന്നവർക്ക് എന്നും സന്തോഷമാണ്. ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്കുള്ള സന്തോഷം എന്താണ്? സയജ്അലുർ റഹ്മാനു ഉദ്ദാ, അല്ലാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യവും അല്ലാഹുവിന്റെ പ്രത്യേകമായ സ്നേഹവും ദുനിയാവിലും ആഖിറത്തിലും നേടിയെടുക്കാൻ സൽക്കർമ്മങ്ങൾ കാരണമാണ്. സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യർ കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസിലാ, അവർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കണക്കാക്കി വെച്ചിട്ടുണ്ട്. ഈ സാഹിത്യോത്സവിന്റെ വേദിയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങളാകുന്നത് എപ്പോഴാണ്? ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സൽക്കർമ്മങ്ങളാകുന്നത് എപ്പോഴാണ്? അവന്റെ ഖബറിലേക്ക് ആ പ്രവർത്തനങ്ങൾ വരുന്നത് എപ്പോഴാണ്? അവന്റെ ആഖിറം വിജയിക്കുന്നത് എപ്പോഴാണ്? അല്ലാഹു തന്നെ പറഞ്ഞു, ഇന്നല്ലദീന ആമനൂ, ക്ലിയറായ വിശ്വാസമുള്ളവർ ഒഴികെ, ക്ലിയറായ വിശ്വാസം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ വിശ്വസിക്കുന്ന, ശരിയായ മാർഗത്തിൽ വിശ്വസിക്കുന്ന സത്യവിശ്വാസികൾ ഒരു പ്രവർത്തനം ചെയ്യുമ്പോഴാണ് അത് നന്മയായി മാറുന്നത്, അത് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്നത്, അത് ഖബറിലേക്ക് ഉപകാരപ്പെടുന്നത്. ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരോട്, എന്നെ കേൾക്കുന്ന മുഅ്മിനീങ്ങളോട്, നമ്മുടെ ഖബറിലേക്ക് വരുന്ന കൂട്ടുകാർ നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ്, നമ്മുടെ ഇബാദത്തുകൾ മാത്രമാണ്, നമ്മൾ ചെയ്യുന്ന നന്മകൾ മാത്രമാണ്. പക്ഷേ ആ നന്മകൾ നന്മകളാകുന്നത് എപ്പോഴാണ്? ആ നന്മകൾ നമുക്ക് നന്മകളായി കൂട്ടിന് വരുന്നത് എപ്പോഴാണ്? ഇന്നല്ലദീന ആമനൂ, ക്ലിയറായ വിശ്വാസം റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുമ്പോഴാണ്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ വിശ്വസിക്കുമ്പോഴാണ്. ഓ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, പ്രവർത്തകരോട്, എന്തിനാ നമ്മൾ SSFൽ ചേരേണ്ടത്? എന്തിനാ നമ്മൾ SYSൽ പ്രവർത്തിക്കേണ്ടത്? എന്തിനാ നമ്മൾ മുസ്ലിം ജമാഅത്തിൽ ചേരേണ്ടത്? ഏതെങ്കിലും
ഏതെങ്കിലും സ്വാഗതങ്ങൾ കിട്ടാനല്ല, ഏതെങ്കിലും പ്രശംസകൾ കിട്ടാനല്ല, ഏതെങ്കിലും വേദിയിൽ ആദരിക്കപ്പെടാനല്ല, മറിച്ച് നമ്മൾ ചെയ്യുന്ന നന്മകൾക്ക് ഫലം കാണണമെങ്കിൽ ശരിയായ വിശ്വാസം വേണം, ശരിയായ മുസ്ലിമായി ജീവിക്കണം. അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ യഥാർത്ഥ മുഅ്മിനാകാൻ, യഥാർത്ഥമായ സത്യവിശ്വാസിയാകാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നന്മയുടെ കൂട്ടത്തിൽ ചേരാനാണ് മഹത്തായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനം നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്. സാഹിത്യോത്സവിന്റെ വേദി നിങ്ങൾക്ക് പാടാനുള്ളത് മാത്രമല്ല, പ്രസംഗിക്കാനുള്ളത് മാത്രമല്ല, എഴുത്തുകൾക്ക് മാത്രമുള്ളതല്ല, മറിച്ച് ഈ വേദികളിലൂടെ നമ്മൾ കരുതേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ മാറ്റിയെടുക്കേണ്ട ഒരു ചിന്തയുണ്ട്. ഇന്നല്ലദീന ആമനൂ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നന്മയുടെ കൂട്ടത്തിൽ പെടുന്നത്. SSF എന്ന പ്രസ്ഥാനം ആദ്യമായി തന്നെ നമ്മുടെ മുന്നിൽ വെക്കുന്ന ദൗത്യം സുന്നത്ത് ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിൽ, സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ വിശ്വാസത്തിൽ വളർന്നു വരുന്ന തലമുറയെ അണിചേർക്കുക എന്നതാണ് എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ പ്രസ്ഥാനങ്ങളുടെയും ലക്ഷ്യം. അങ്ങനെ ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യം ഉണ്ടോ? സുന്നത്ത് ജമാഅത്തിന്റെ ലേബലിലേക്ക് ഒരു മനുഷ്യനെ കൂട്ടിയണപ്പിക്കാനും വിദ്യാർത്ഥി സമൂഹത്തിനെ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനും ഒരു പ്രസ്ഥാനത്തിന്റെ ആവശ്യം ഉണ്ടോ? തീർച്ചയായും ഉണ്ട് എന്നുള്ളത് പരിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ നമുക്ക് വ്യത്യസ്തമാണ്, പരിശുദ്ധ ഹദീസിന്റെ വെളിച്ചത്തിൽ നമുക്ക് വളരെ വ്യക്തമാണ്. എന്റെ സമുദായം 73 വിഭാഗമാകുമെന്നും 72 വിഭാഗവും നരകത്തിലാണെന്നും ഒരു വിഭാഗം മാത്രമേ സ്വർഗത്തിൽ പ്രവേശിക്കുകയുള്ളൂ എന്നും ആ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിഭാഗം തന്നെ ഞാനും എന്റെ സഹാബത്തും നിലകൊണ്ട് ശരിയായ മാർഗത്തിലാണെന്നും അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാലം അവസാനിക്കുമ്പോൾ, ജനറേഷൻ മാറിക്കൊണ്ടുവരുന്നോറും നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വഴികൾ ഏതാണെന്ന് വളർന്നു വരുന്ന വിദ്യാർത്ഥി തലമുറകൾക്ക് തെറ്റിദ്ധരിക്കപ്പെടുന്ന കാലമാണ്. കാരണം 73 വിഭാഗവും ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്തിന്റെ അവകാശികളെന്നും പാരമ്പര്യത്തിന്റെ അവകാശം ഞങ്ങൾക്കാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്വർഗത്തിന്റെ അവകാശികളെന്ന് പറഞ്ഞ ഒരു വിഭാഗം ഞങ്ങളാണെന്നും 73 വിഭാഗവും അവകാശം പറഞ്ഞു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുസുന്നയുടെ മാർഗങ്ങളെ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് തെളിയിച്ചു കൊടുക്കേണ്ടത് സംഘടനയുടെ ബാധ്യതയാണ്. അത് പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശവും കൂടിയാണ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നും നിങ്ങൾ ആരും മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് പറഞ്ഞതിന് ശേഷം അല്ലാഹു തആല സൂറത്ത് ആലി ഇംറാനിൽ പറയുന്നത് വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ അല്ലാഹുവിന്റെ കയറുകൊള്ള മുറുകെ പിടിച്ചുകൊള്ളണം, അല്ലാഹുവിന്റെ മാർഗത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളണം, അല്ലാഹുവിലേക്ക് എത്തിച്ചേരുന്ന വഴികളെ നിങ്ങൾ സൂക്ഷിച്ചു മുറുകെ പിടിച്ചുകൊള്ളണം. വലാ തതഫറഖൂ വലാ തഫറഖൂ, നിങ്ങൾ പരസ്പരം വിട്ടുപിരിഞ്ഞു പോകരുത്, നിങ്ങൾ പല വഴികളിലായി പോകരുത്. കാരണം ഞങ്ങളാണ് സ്വർഗത്തിന്റെ അവകാശികളെന്ന് 73 വിഭാഗവും ഈ ലോകത്ത് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നിൽ വരുമ്പോ അല്ലാഹുവിന്റെ ശരിയായ വഴിയിൽ മുറുകെ പിടിക്കാൻ നിങ്ങൾക്കൊരു വിഭാഗം വേണം. അല്ലാഹു വീണ്ടും പറയുന്നു വൽതകും മിൻകും ഉമ്മത്തുൻ യദഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ, നന്മയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്ന ഒരു വിഭാഗം ഉണ്ടാകണോ, തിന്മകളിൽ നിന്ന് നിങ്ങളെ തടയുന്ന ഒരു സംഘടന ലോകത്തുണ്ടാകണോ. നന്മയിലേക്ക് നിങ്ങളെ ക്ഷണിക്കാനും തിന്മയിൽ നിന്ന് നിങ്ങളെ തടയാനും ശരിയായ സുന്നത്ത് ജമാഅത്തിന്റെ മാർഗം കാണിച്ചു തരാനുമുള്ള ഏറ്റവും വലിയ പ്രത്യേകമായ ഒരു സംഘടന നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ അടിയുറപ്പിച്ചു നിർത്താനാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് പാടാനുള്ള അവസരം പ്രസ്ഥാനം തരുന്നത്.
പറയാനുള്ള അവസരം പ്രസ്ഥാനം തരുന്നത്. കാരണം നിങ്ങൾ പഠിക്കുന്ന ക്യാമ്പസിന്റെ മുറ്റങ്ങൾ വിദഗ്ധകാരെ കൊണ്ട് മലിനമായി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി പല ജനറൽ വിഷയങ്ങളും കൊണ്ട് നിങ്ങളുടെ ഭൗതികമായ ബുദ്ധിശക്തിയെ കവർന്നെടുക്കാൻ വേണ്ടി നിങ്ങൾ ആകർഷിക്കുന്ന പല വിഷയങ്ങൾ കൊണ്ട് ക്യാമ്പസുകളുടെ മുറ്റങ്ങളെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന വിദഗ്ധകാരുടെ കാലമാണ്. വീടിന്റെ ഉമ്മർപ്പടികളിൽ വിദഗ്ധകാരൻ കയറി വരുന്ന കാലമാണ്. വിദ്യാർത്ഥികളെ, കാണുന്ന ദുനിയാവിന്റെ പളപളപ്പിലും അധികാരത്തിലും സമ്പത്തിലും വീണുപോയി ഈമാൻ പണയം വെക്കുന്ന ഒരു സ്വഭാവം നമുക്ക് വന്നു പോകരുത്. SSFന്റെ വേദിയിൽ നിന്ന് നിങ്ങൾ ഉറപ്പിക്കേണ്ടത് വിശ്വാസമാണ്. SSFന്റെ സാഹിത്യോത്സവിൽ നിന്ന് നിങ്ങൾ ഉറപ്പിക്കേണ്ടത് ഈമാനാണ്. കാരണം അത്തരം വിദഗ്ധകാരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് SSF ആവശ്യമാണ്. അത്തരം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികളെ മനസ്സിലാക്കാൻ SYS ആവശ്യമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സാധാരണക്കാരനാണെന്ന് പറയുന്നവരോട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ മാതാപിതാക്കൾ കാഫിരീങ്ങളാണെന്ന് പറയുന്നവരോട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ ശരീരം അത് മദീനത്തെ മണ്ണിൽ ജീർണിച്ചു പോയി എന്ന് പറയുന്നവരോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് പച്ചയായി എഴുതിടുന്ന വിദഗ്ധകാരോട്, കൂട്ടുകാരെ നമുക്ക് ബന്ധമില്ല, അവരോട് സലാം പറയലില്ല, അവരുടെ കൂടെ ഇരിക്കലില്ല, അവരുടെ കൂടെ കല്യാണമാലോചനയില്ല, അവരുടെ കൂടെ ബിസിനസിന്റെ കൂട്ടുബന്ധമില്ല, അവരുടെ കൂടെ പഠനമില്ല. കാരണം ഇത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ വഴിയാണ്. ഈ വഴിയിൽ നിങ്ങളെ പിഴപ്പിക്കുന്നവർ വരോ, നിങ്ങളുടെ മനസ്സ് കവർന്നെടുക്കുന്നവർ വരോ. ഒരു പക്ഷേ അവർ ആയത്തോതിയേക്കാം, ഒരു പക്ഷേ അവർ ഹദീസുകൾ ഓതിയേക്കാം. പെട്ടുപോകല്ലേ കൂട്ടുകാരെ. നിങ്ങളുടെ നന്മകളെല്ലാം ഖബറിലേക്ക് വരണമെങ്കിൽ, സാഹിത്യോത്സവിന് പാടിയത് ഖബറിൽ ഉപകാരപ്പെടണമെങ്കിൽ, സാഹിത്യോത്സവിന് മത്സരിച്ചത് ഖബറിൽ ഉപകാരപ്പെടണമെങ്കിൽ, ഇതുകൊണ്ടെല്ലാം നിങ്ങൾക്ക് അർശിന്റെ തണൽ കിട്ടണമെങ്കിൽ ഇന്നല്ലദീന ആമനൂ, ക്ലിയറായ വിശ്വാസമില്ലാത്ത കാലത്തോളം നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം വെറുതെയാണ്, നമ്മുടെ അധ്വാനങ്ങൾ വെറുതെയാണ്. നോക്കൂ നിങ്ങൾ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ലോകത്ത് പിഴവ് സംഭവിച്ചു എന്ന് പച്ചയായി പറയുന്ന വിദഗ്ധകാരുള്ള കാലമാണ്. തങ്ങൾക്ക് ചില വീക്ഷണങ്ങളിൽ പിഴവ് പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരാണ് ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിച്ചവർ, ആരാണ് ലോകത്ത് സന്മാർഗത്തിന്റെ മാർഗം കാണിച്ചു തന്നവർ? പരിശുദ്ധ ഖുർആൻ പറയുന്നു, നിങ്ങളുടെ പ്രവാചകന് തെറ്റുപറ്റിയിട്ടില്ല, നിങ്ങളുടെ പ്രവാചകൻ പിഴച്ചിട്ടില്ല. നിങ്ങളുടെ പ്രവാചകൻ ഒരിക്കലും സ്വന്തം ഇഷ്ടത്തിന് സംസാരിച്ചിട്ടില്ല. അവർക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നുള്ള പ്രത്യേകമായ നിർദ്ദേശം കിട്ടിയിട്ടല്ലാതെ നിങ്ങളുടെ പ്രവാചകനൊന്നും ചെയ്തിട്ടില്ലെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോഴും അല്ലാഹുവിന്റെ ഹബീബിന് തെറ്റുപറ്റി എന്ന് ലഘുലേഖകൾ കൊണ്ട് വീട്ടിന്റെ മുറ്റത്ത് വരുമ്പോ അവനോട് സലാം പറയാതിരിക്കാൻ, അവന്റെ കൂടെ നടക്കാതിരിക്കാൻ, അവന്റെ മക്കളെ കെട്ടിച്ചു കൊടുക്കാതിരിക്കാൻ, അവന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കാതിരിക്കാൻ SSF നിങ്ങൾക്ക് അനിവാര്യമാണ്, SYS നിങ്ങൾക്ക് അനിവാര്യമാണ്, മുസ്ലിം ജമാഅത്ത് നിങ്ങൾക്ക് അനിവാര്യമാണ്. വഅതസിമൂ ബിഹബ്ലില്ലാഹി ജമീഅ. അല്ലാഹുവിന്റെ മാർഗത്തിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്ക് നിങ്ങളെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു പ്രസ്ഥാനം നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മഹാനായ താജുൽ ഉലമയും റഈസുൽ ഉലമയും സുൽത്താനുൽ ഉലമയും എല്ലാം ഈ പ്രസ്ഥാനത്തിന് നിങ്ങളെ നേതൃത്വം നൽകുന്നത് എന്ന് നാം ആദ്യമായി പഠിക്കണം. ഒന്നാമതായി ഞാൻ നിങ്ങളിൽ നിന്ന് പഠിച്ച കാര്യം, ലോകത്തൊരുപാട് ബന്ധങ്ങളുണ്ടെങ്കിലും എല്ലാം എനിക്ക് ഖബറിലെത്തുമ്പോൾ എന്നെ വിട്ടുപിരിയുന്ന ബന്ധങ്ങളാണ്. അതേ സമയത്ത് എന്റെ നന്മകൾ, നന്മയിലൂടെയുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഞാൻ മരിച്ചാലും അതെന്റെ കൂടെ ഖബറിലേക്ക് വരുന്നുണ്ട് എന്ന് മഹാനായ പറയുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹങ്ങളോട് സോഷ്യൽ മീഡിയകളിലൂടെ, ഏതെങ്കിലും ലഹരി മാഫിയകളിലൂടെ നമ്മുടെ ആയുസ്സും ആരോഗ്യം യുവത്വം തളർത്തി
പോകുന്ന സമയത്തും നന്മകളിലൂടെ ചെലവഴിക്കാൻ ആലിമീങ്ങളുള്ള സദസ്സിൽ, നേതാക്കളുള്ള സദസ്സിൽ, മദ്ഹുകൾ പാടുന്ന, മദ്ഹുകൾ പറയുന്ന, നന്മകൾ വിതരുന്ന സദസ്സിലേക്ക് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയ പ്രസ്ഥാനമാണ് SSF എന്ന് നിങ്ങൾ സാഹിത്യോത്സവിന്റെ വേദിയിൽ മനസ്സിലാക്കണം. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. മഹാനായ രണ്ടാമതായി പറയുന്നൊരു കാര്യമുണ്ട്. 8 കാര്യങ്ങളാണ്. ഇവിടെ എല്ലാം പറയാനുള്ള സമയമില്ല. മഹാനവരുകൾ പറയുകയാണ്. ആ 4ാമത്തെ കാര്യമായി മഹാനവരുകൾ പറയുന്നു. ഇതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ സംസാരം നിർത്തും. ഓ ഉസ്താദവരുകളെ, നിങ്ങളിൽ നിന്ന് പഠിച്ച 2ാമത്തെ കാര്യം എന്താണ്? 1ാമത്തെ കാര്യം എന്റെ കൂടെ വരുന്ന കൂട്ടുകാർ സൽക്കർമ്മങ്ങൾ മാത്രമാണെന്നാണ്. 2ാമത് നിങ്ങളിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം, ഞാൻ ഈ സൃഷ്ടികളിലേക്ക് മുഴുവൻ ഒന്ന് കണ്ണോടിച്ചു നോക്കി. എല്ലാവരും അധികാരത്തിന് വേണ്ടി മുന്നിൽ വരുന്നവരാണ്. എല്ലാവരും അന്തസ്സിന് വേണ്ടി മുന്നിൽ വരുന്നവരാണ്. സമ്പത്ത് കൊണ്ട് അധികരിക്കുന്നവരാണ്. അധികാരം കൊണ്ട് അഹങ്കരിക്കുന്നവരാണ്. എല്ലാവർക്കും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അനുകരിക്കുന്നവരാണ്. പിന്നെ ഞാൻ അല്ലാഹുവിന്റെ വാക്കിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കി. പടച്ച റബ്ബ് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉന്നതനായ മനുഷ്യർ അല്ലാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യരാണ്. ഒരിക്കലും തന്നെ നിങ്ങളുടെ സ്ഥാനമാനങ്ങൾക്ക് റബ്ബിന്റെ അടുക്കൽ വിലയില്ല. ഒരിക്കലും തന്നെ നിങ്ങളുടെ പദവികൾക്ക് റബ്ബിന്റെ അടുക്കൽ സ്ഥാനമില്ല. ഒരിക്കലും നിങ്ങളുടെ അധികാരം കൊണ്ട് റബ്ബിന്റെ അടുക്കൽ ഒരു പ്രതിഫലവും കിട്ടുന്നില്ല. മറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവര് തഖ്വയുള്ളവര് മാത്രമാണ്. കാരണം സമ്പത്ത് കൊണ്ട് അധികാരം ആഗ്രഹിക്കുന്നവർ, സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവർ, അവരുടെ ആഗ്രഹങ്ങൾ അവസാനം ചെന്നെത്തുന്നതിൽ അസൂയയിലേക്കാണ്. പരസ്പരം അസൂയ വെക്കുന്ന സ്വഭാവത്തിലേക്കാണ് നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ എത്തിക്കുന്നത്, നിങ്ങളുടെ അധികാരം നിങ്ങളെ എത്തിക്കുന്നത്. മഹാന്മാരായ ഉസ്താദായ ഷഫീഖുൽ ബൽഖിയോട് പറയാണ്, ജനങ്ങളെല്ലാം അധികാരം ദുരുപയോഗം ചെയ്യുകയാണ്. അവർക്ക് കിട്ടിയ പദവി ദുരുപയോഗം ചെയ്യുകയാണ്. എന്തെല്ലാം മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുകയാണ്, മനുഷ്യന്റെ മനസ്സുകൾ വേദനിപ്പിക്കുകയാണ്. സുബ്ഹാന ജല്ല. കാലം വളർന്നു പോകുന്ന സമയത്ത് ഞാൻ വലിയ അധികാരിയാണെന്ന ചിന്തയിലൂടെ, എന്റെ വാക്കുകൾക്ക് നാട്ടിൽ വലിയ അംഗീകാരമുണ്ടെന്നുള്ള അഹംഭാവത്തിലൂടെ അവരുടെ അഹങ്കാരം ബോധിപ്പിക്കുകയാണ്. അവരുടെ അധികാരം നടപ്പിൽ വരുത്തുകയാണ്. അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥാനമേ ഇല്ല. പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു വിലയുമില്ലെന്ന് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തു. പരസ്പരം അസൂയയാണ്. എന്റെ വാക്കുകൾ തകർത്ത് മറ്റാരും മുന്നിൽ പോകരുത്. എന്റെ തീരുമാനങ്ങൾക്കപ്പുറം ആരും നടന്നു പോകരുത്. ഞാനറിയാത്ത ഒരു കാര്യവും നടന്നു പോകരുത്. ഞാനറിയാത്ത മഹലിലൊന്നും സംഭവിക്കരുത്. എന്റെ അഭിപ്രായമല്ലാതെ സംഘടനയിൽ ഒരു തീരുമാനം നടന്നു പോകരുത്. എന്നെ മുന്നിൽ നിർത്തിയിട്ടല്ലാതെ ഒരു പരിപാടിയും നടന്നു പോകരുത്. ഇങ്ങനെ ജനങ്ങളെല്ലാം മാലിഹി ഹസബിഹി നസബിഹി, തറവാട് കൊണ്ട്, സമ്പത്ത് കൊണ്ട്, അധികാരം കൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ്. നിന്റെ ദീനവര് കളിക്കുകയാണ്. നിന്റെ ദീനവര് പണയം വെക്കുകയാണ്. പക്ഷേ ഞാൻ ചിന്തിച്ചത് അല്ലാഹുവിന്റെ വാക്കാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമൻ അല്ലാഹുവിന്റെ അടുക്കൽ സുന്ദരമായി വിജയിക്കുന്നവർ തഖ്വയുള്ളവരാണെന്ന റബ്ബിന്റെ വാക്ക് ഞാൻ നോക്കിയപ്പോൾ ഞാൻ തഖ്വയോടെ ജീവിച്ച സമയത്ത് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടി. ഉസ്താദ്, കരളിന്റെ കഷ്ണങ്ങളായ ചെറുപ്പക്കാരെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു തആല നമുക്ക് പല സ്ഥാനങ്ങളും തന്നേക്കാം. അല്ലാഹു നമുക്ക് പല വിലകളും തന്നേക്കാം. ആ സ്ഥാനം കൊണ്ട് ആലിമീങ്ങളെ കുതിര കയറുന്ന സ്വഭാവം ഉണ്ടാകരുത്. പ്രസ്ഥാനങ്ങളെ നിസ്സാരപ്പെടുത്തുന്ന സ്വഭാവം ഉണ്ടാകരുത്. മുഅ്മിനീങ്ങളെ മനസ്സ് വേദനിപ്പിക്കുന്ന സ്വഭാവം ഉണ്ടാകരുത്. സ്വാഗതം പറയാത്തതിന്റെ പേരിൽ പിണങ്ങാൻ നമ്മുടെ മനസ്സ് തുനിഞ്ഞു പോകരുത്. നോട്ടീസിൽ പേര് വരാത്തതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകരുത്. എന്റെ തീരുമാനത്തിനപ്പുറം ഏതെങ്കിലും നാടോ മഹല്ലോ സംഘടനയോ തീരുമാനങ്ങൾ എടുത്താൽ ആ സംഘടനയിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന കാറൂരിന്റെ സ്വഭാവം നമുക്ക്
തങ്ങൾ വസിയത്ത് ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലാ യുഅ്മിനു അഹദുകും ഹത്താ യുഹിബ്ബു ലിഅഖീക. നിന്റെ സ്വന്തം സഹോദരനെ ഇഷ്ടപ്പെടുന്നതെല്ലാം നിന്റെ സ്വന്തം സഹോദരൻ ഇഷ്ടപ്പെടുന്ന കാലത്തോളം നിങ്ങളാരും പൂർണ്ണ മുഅ്മിനാവുകയില്ലെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരാളെയും വേദനിപ്പിക്കരുത്. ഞാൻ അല്ലാഹുവിന്റെ പാവപ്പെട്ട അടിമയാണെന്നുള്ള ബോധം വേണം. ഞാൻ അല്ലാഹുവിന്റെ ഏറ്റവും പാവപ്പെട്ട അടിമയാണെന്നുള്ള ചിന്ത വേണം. എന്റെ തീരുമാനത്തിന് വില നൽകാത്തതിന്റെ പേരിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്നോട്ട് നിൽക്കുന്ന ധിക്കാരികളാവാൻ നമുക്ക് പാടില്ല. ഞാൻ എപ്പോഴും റബ്ബിന്റെ അടിമയാണെന്നുള്ള ബോധത്തോടെ ജീവിക്കാൻ കഴിയണം. എന്റെ തീരുമാനങ്ങൾക്ക് നിലയും വിലയും ഇല്ല എന്നതിന്റെ പേരിൽ ഒരിക്കലും തന്നെ പ്രസ്ഥാനത്തിൽ നിന്ന് പിന്തിരിയുന്ന സ്വഭാവം പാടില്ല. ഓ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കൂട്ടുകാരെ, പല സ്ഥാനമാനങ്ങളും നമ്മുടെ കയ്യിലേക്ക് വന്നേക്കാം, പല അധികാരങ്ങളും നമ്മുടെ കയ്യിലേക്ക് വന്നേക്കാം. ഒരേറ്റ അലിവിനെയും നമ്മൾ വേദനിപ്പിക്കരുത്. ഒരൊറ്റ സയ്യിദിനെയും നമ്മൾ നിസ്സാരപ്പെടുത്തരുത്. ഒരൊറ്റ സംഘടനാ നേതാക്കളെ മനസ്സ് വേദനിപ്പിക്കരുത്. അല്ലാഹുവിന്റെ സുന്നത്ത് ജമാഅത്ത് നിലനിർത്താൻ, അല്ലാഹുവിന്റെ മുസ്തഖീമായ വഴിയെ നിലനിർത്താൻ വേണ്ടി സംഘടന പ്രവർത്തിക്കുമ്പോ നീ എത്ര വലിയ തറവാടിത്തമുള്ളവനാണെങ്കിലോ, നീ എത്ര വലിയ സമ്പത്തുള്ളവനാണെങ്കിലോ, നിനക്ക് എത്ര വലിയ സ്വാധീനമുള്ളവനാണെങ്കിലോ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് നേതൃത്വം വഹിക്കുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ, അവരോളം ഒരു നേതൃത്വവും ലോകത്ത് മറ്റാരുമില്ല. അവരെക്കാളും സ്ഥാനമുള്ളത് റബ്ബിന്റെ അടുക്കൽ ആരുമില്ലെന്ന ബോധം വേണം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. അധ്വാനിക്കുന്ന അധ്വാനങ്ങൾ ഫലം കാണണമെങ്കിൽ, ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഫലം കാണണമെങ്കിൽ, നേതൃത്വം റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ കഴിയണമെന്ന് ഞാൻ നിങ്ങളിൽ നിന്ന് പഠിച്ച രണ്ടാമത്തെ കാര്യമാണെന്ന് മഹാനായ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു നമ്മെ പഠിപ്പിക്കുകയാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. എസ്എസ്എഫിന്റെ പ്രവർത്തകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, വളരെ ചെറിയ കാലയളവാണ് നമുക്ക് അല്ലാഹു തആല ഈ പ്രസ്ഥാനത്തിൽ അവസരം തരുന്നത്. വളരെ ചെറിയ കാലമാണ്. ഈ കാലം നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയാൽ എസ്എസ്എഫുകാരെന്ന അഡ്രസ്സിൽ നമുക്കൊരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല. എന്താണ് എസ്എസ്എഫുകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത? അല്ലാഹുവിന്റെ മാർഗത്തിൽ യുവത്വം ചെലവഴിക്കാൻ അവസരം തരുന്ന പ്രസ്ഥാനമാണ്. 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നീ എപ്പോഴും മുതലെടുക്കണമെന്ന് പറഞ്ഞപ്പോ എസ്ഐഎസിന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും അവസരം കഴിഞ്ഞ് അതിനു മുമ്പ് നിനക്ക് കിട്ടുന്ന എസ്എസ്എഫിൽ നല്ലോണം പ്രവർത്തിക്കണമെന്നാണ്. നിന്റെ ആരോഗ്യം റബ്ബിൽ ചെലവഴിക്കണമെന്നാണ്. ചെറുപ്പക്കാരെ, റബ്ബ് തന്ന ആരോഗ്യം, റബ്ബ് തന്ന ഈ ഏറ്റവും വലിയ സന്തോഷമുള്ള യുവത്വം, അത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. കേവലം സാഹിത്യോത്സവിന്റെ സമയങ്ങളിൽ മാത്രം വേദികളിൽ തിളങ്ങിയതുകൊണ്ട് എസ്എസ്എഫുകാരനാവില്ല. മെമ്പർഷിപ്പ് എടുത്തതുകൊണ്ട് എസ്എസ്എഫുകാരനാവില്ല. മഹാനായ വലിയുള്ളാഹി വടകര മുഹമ്മദ് ഹാജി തങ്ങൾ അല്ലാഹു തആല വർദ്ധിപ്പിക്കട്ടെ. എസ്എസ്എഫിന്റെ മക്കൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് അല്ലാഹുവിന്റെ ഔലിയാക്കൾ നമ്മെ പഠിപ്പിച്ച പച്ചയായ യാഥാർത്ഥ്യമാണ്. അത് സാഹിത്യോത്സവിന്റെ വേദിയിൽ മാത്രം വരുമ്പോൾ കിട്ടാനുള്ളതല്ല. അത് കേവലം മെമ്പർഷിപ്പ് കൊണ്ട് കിട്ടാനുള്ളതല്ല. മറിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൃത്യമായ വിശ്വാസത്തോടെ, ഒരു വിരാട്ടുകാരന്റെ ചതിയിൽപ്പെട്ടു പോകാതെ, ഒരു സമ്പത്തിനും മനസ്സ് വിട്ടുകൊടുക്കാതെ, ഒരു അധികാരത്തിന്റെ പിന്നിലും നമ്മൾ പോയി പോകാതെ, ഒരു ക്ലബുകളിലും നമ്മുടെ ആരോഗ്യം നശിപ്പിക്കാതെ, ഒരു കളികളിലും നമ്മുടെ ആയുസ് നഷ്ടപ്പെടുത്താതെ, എല്ലാ ആരോഗ്യങ്ങളും ആയുസ്സുകളും അല്ലാഹുവിലേക്ക് ചെലവഴിക്കാൻ വേണ്ടി, റബ്ബിന്റെ പൊരുത്തത്തിലേക്ക് ചെലവഴിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ പ്രസ്ഥാനം നിങ്ങൾക്ക് ഒരുക്കുന്നത്. ലോകത്തെത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ടല്ലോ, അൻ ശബാബിഹി ഫീ
നിന്റെ യുവത്വം നീ എവിടെയാണ് നഷ്ടപ്പെടുത്തിയത് എന്ന് അല്ലാഹു തആല നിന്നോട് ചോദിക്കുന്ന സമയത്ത് പടച്ച റബ്ബേ, മഹാന്മാരായ ആലിമീങ്ങള്, മഹാനായ താജുൽ ഉലമയടക്കം, മഹാനായ നൂറുൽ ഉലമയടക്കമുള്ള ആലിമീങ്ങള് ഞങ്ങൾക്ക് വേണ്ടി സുന്നത്ത് ജമാഅത്തിന് പ്രവർത്തിക്കാൻ, സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളാകാൻ വേണ്ടി SSF എന്ന പ്രസ്ഥാനം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നപ്പോ എന്റെ ആയുസ്സും എന്റെ ആരോഗ്യവും ഞാൻ SSFന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ സുംറ നടത്താൻ ഓടി നടന്നിട്ടുണ്ട്. വിദ്യാർത്ഥികളെ നന്മയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വിദ്യാർത്ഥികാരനെതിരെ ഞാൻ പോരാട്ടം നടത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികാരന്റെ കറുത്ത മുഖങ്ങളെ സമൂഹത്തിൽ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അല്ലാഹുവിനോട് നമുക്ക് മറുപടി പറയാനാകണം. അതിനാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് SSF ഉള്ളത്, അതിനാണ് നമുക്ക് SYS ഉള്ളത്, അതിനാണ് നമുക്ക് മുസ്ലിം ജമാഅത്ത് ഉള്ളത്. ചെറുപ്പക്കാരെ, ലോകത്തിൽ നിന്ന് നമുക്ക് വിട പറയാനുണ്ട്, യാത്ര പോകാനുണ്ട്. കൂട്ടുകാരെല്ലാം വിട്ടുപിരിയുന്ന യാത്രയുണ്ട്, കുടുംബക്കാരെല്ലാം മറക്കുന്നൊരു യാത്രയുണ്ട്. അപ്പോഴും നിനക്ക് ഖുർആൻ ഓതാനുള്ള പ്രസ്ഥാനമാണ് SSF, അപ്പോഴും നിനക്ക് മയ്യത്ത് നിസ്കരിക്കാനുള്ള പ്രസ്ഥാനമാണ് SYS, അപ്പോഴും നിനക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള പ്രസ്ഥാനമാണ് മുസ്ലിം ജമാഅത്ത്. അല്ലാഹുവിന്റെ അംഗീകാരം ലഭിച്ച, അല്ലാഹുവിന്റെ ദീനിന്റെ അനന്തരക്കാരായ ആലിമീങ്ങളുടെ ദുആ കേട്ട് ഖബറിൽ കിടക്കാൻ, മുഅ്മിനീങ്ങളുടെ തഹ്ലീൽ കേട്ട് ഖബറിൽ കിടക്കാൻ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ ഖുർആൻ ഓത്ത് കിട്ടി ഖബറിൽ കിടക്കാൻ ആഗ്രഹമുള്ള ചെറുപ്പക്കാരെ, SSF എന്നും നമുക്ക് അവസരമാണ്, എപ്പോഴും നമുക്ക് അവസരമാണ്. ഓ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കേണ്ടതില്ലേ? SSFകാരാ, നമ്മുടെ ഏറ്റവും വലിയ അഭിമാനം എന്താണ്? നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ആരാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നത്? ഈ പ്രസ്ഥാനത്തിന് കാവൽ നൽകുന്നത് ആരാണ്? ഈ പ്രസ്ഥാനത്തിന് ദുആ കൊണ്ട് ആശീർവദിക്കുന്നത് ആരാണ്? ഏതോ കേരളക്കരയിലെ സാധാരണക്കാരനായ അഹമ്മദ് ഹാജിയുടെ മകനായി ജനിച്ച് സുബ്ഹാനല്ലാഹ് 90 വർഷക്കാലം സ്വന്തം കുടുംബത്തിന് നോക്കാതെ, സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കാതെ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി 90 വർഷക്കാലവും ജീവിതം സമർപ്പിച്ച് കടൽക്കരയിലെ കാറ്റുകൊള്ളാൻ അവസരമുണ്ടായിരുന്നു, ലോകം മുഴുവനും യാത്ര ചെയ്യാൻ അവസരമുണ്ടായിരുന്നു, ഭാര്യയുടെയും കുടുംബത്തിന്റെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ അവസരമുണ്ടായിരുന്നു. പക്ഷേ ഞാനിവിടെ ഒരുങ്ങി നിന്നാൽ, ഞാനടങ്ങി നിന്നാൽ 10,000-കണക്കിന് തീമുകൾക്ക് ഉപ്പയാരാണ്? 10,000-കണക്കിന് വിധവകൾക്ക് അത്താണിയാരാണ്? 10,000-കണക്കിന് പാവപ്പെട്ടവർക്ക് തണലാരാണ്? ആ ഒരൊറ്റ ചിന്തയിലൂടെ ഈ സമൂഹത്തിന് അനാഥരാകാൻ സമ്മതിക്കാതെ, ഈ സമുദായത്തിന്റെ മുന്നിൽ വാപ്പ മരണപ്പെട്ടു പോയ ചെറിയ ചെറിയ മക്കള് ഞങ്ങൾക്ക് ഭക്ഷണം തരുന്നതാരല്ലാ, ഞങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നതാരാണല്ലാ, സമുദായത്തിന്റെ മുന്നിൽ ചോദ്യചിഹ്നങ്ങളായി മാറിയ 10,000-കണക്കിന് മക്കളെ ഏറ്റെടുത്തുകൊണ്ട് ആ മക്കൾക്ക് ഉപ്പയാണെന്ന് പറയാൻ ഏറ്റവും നല്ല താങ്ങും തണലുമായി 10,000-കണക്കിന് വിധവകൾക്ക് അത്താണിയായി, ലക്ഷക്കണക്കിന് പണ്ഡിതന്മാർക്ക്, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മതവും ഭൗതികവുമായി ഇൽമു പഠിപ്പിക്കാൻ വേണ്ടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും 90ന്റെ പ്രായത്തിലും ഓടി നടന്ന് ഓരോ സദസ്സുകളിലേക്ക് എത്തുമ്പോ, മക്കളെ ഞാൻ ഇവിടെ വരുന്നത് നിങ്ങളെ ഞാനില്ലാത്ത വിഷമം സഹിക്കാതിരിക്കാനാണ്, ഞാനില്ലാത്തത് കൊണ്ട് നിങ്ങളെ മനസ്സ് വേദനിക്കാതിരിക്കാനാണ്. പ്രായം തടസ്സപ്പെടുത്തുമ്പോഴോ ആരോഗ്യം തടസ്സപ്പെടുത്തുമ്പോഴോ ആ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് യുവാവിനെ പോലെ നമുക്ക് ആത്മീയ തണല് നൽകുന്ന, നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന, ഈ കാലഘട്ടത്തിലെ ദുആക്ക് ഇജാബത്ത് ഉറപ്പിക്കാൻ പറ്റുന്ന 60 വർഷക്കാലമായി സ്വഹീഹുൽ ബുഖാരി എന്ന പരിശുദ്ധമായ ഹദീസിന്റെ ഗ്രന്ഥം ഓതിക്കൊടുത്ത് 10,000-കണക്കിന് പണ്ഡിതന്മാരെ സമൂഹത്തിന്റെ കാവലാളായി വളർത്തിയ ഈ കാലഘട്ടത്തിന്റെ ആദരണീയരായ കാവൽക്കാരൻ സുൽത്താനുൽ ഉലമ എന്ന മഹാമനീഷിയിലെ ചെറുപ്പക്കാരാ, കേരളം കണ്ട ഏറ്റവും വലിയ സൂക്ഷ്മതയുടെ പണ്ഡിതനില്ലേ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം ഉസ്താദ്. ആ ഉസ്താദിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു
നിസ്കരിച്ച് ഇന്നും ഒരു കറാമത്ത് വരെ വന്നു പോകാതെ സൂക്ഷിച്ച് ജീവിച്ച് ഏതൊരു ശത്രുവിന് പോലും മുഖം കാണുമ്പോൾ പേടി തോന്നുന്ന ഏതൊരു മനുഷ്യന്റെ മനസ്സും മാറിപ്പോകുന്ന ആ തഖ്വയുള്ള മുഖത്തോട് തഖ്വയുള്ള മനസ്സോട് ജനങ്ങളെ മുഴുവനും ഈമാനിന്റെ പാതയിലടി ഉറച്ചു നിർത്തുന്ന റഈസുൽ ഉലമ എന്ന മഹാപണ്ഡിതനില്ലേ ലോകത്തിന്റെ നാനാഭാഗങ്ങളില് ഏത് വിദഗ്ധകാരൻ വന്നാലും ഏത് കള്ളത്വരീക്കത്തുകാരൻ വന്നാലും അവരെയെല്ലാം നേരത്തെ കണ്ടറിഞ്ഞ് അവരെ കുറിച്ചെല്ലാം സമൂഹത്തിന് ബോധ്യപ്പെടുത്തി 40 വർഷക്കാലം 4 പതിറ്റാണ്ട് കാലം പ്രഭാഷണങ്ങൾ നടത്തി ഉമ്മത്തിന്റെ ഈമാൻ കാത്തു സൂക്ഷിച്ച ബഹുവന്യരായ പേരോട് ഉസ്താദില്ലേ എസ്എസ്എഫുകാരാ. നമുക്ക് മരിക്കാൻ പേടിക്കേണ്ടതുണ്ടോ? നമുക്ക് ഖബറിൽ കിടക്കാൻ പേടിക്കേണ്ടതുണ്ടോ? എസ്എസ്എഫുകാരനെ വളർത്തുന്ന ഉമ്മാക്ക് പേടിക്കാനുണ്ടോ? എസ്എസ്എഫുകാരനെ മീറ്റിംഗിന് പറഞ്ഞേക്കുന്നു ഉപ്പാക്ക് പേടിക്കാനുണ്ടോ? എസ്എസ്എഫുകാരനെ സാഹിത്യോത്സവത്തിലേക്ക് പറഞ്ഞേക്കുന്ന കുടുംബത്തിന് പേടിക്കാനുണ്ടോ? ദുആ ചെയ്യാൻ സുൽത്താനുൽ ഉലമയില്ലേ? ദുആ ചെയ്യാൻ റഈസുൽ ഉലമയില്ലേ? ദുആ ചെയ്യാൻ ബദറുസ് സാദാത്തില്ലേ? ദുആ ചെയ്യാൻ മുഹ്യിസ് സുന്നയില്ലേ? ദുആ ചെയ്യാൻ പേരോട് ഉസ്താദില്ലേ? പേടിക്കേണ്ടതുണ്ടോ? ഏറ്റവും വലിയ പ്രതീക്ഷ എന്താ ചെറുപ്പക്കാരാ? യൗമ യഫിറുൽ മർഉ മിൻ അബീഹി വ ഉമ്മിഹി. സ്വന്തം മക്കൾ മാതാപിതാക്കളിൽ നിന്ന് ഓടുന്നൊരു ദിവസം, സ്വന്തം കൂട്ടുകാർ വിട്ടുപിരിയുന്നൊരു ദിവസം, സ്വന്തം കുടുംബക്കാർ നഫ്സി നഫ്സി എന്ന് പറയുന്ന ദിവസം. പടച്ച റബ്ബേ, ഞാൻ കെട്ടിപ്പടുത്തിയ പ്രസ്ഥാനത്തിന് കല്ലേറുകൾ കൊണ്ട് ഭീഷണികൾ കേട്ട് ഏഷണികൾ കേട്ട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് എന്റെ പ്രസ്ഥാനത്തിൽ കൂടെ നിന്ന എന്റെ അനുയായികൾ അവരില്ലാതെ ഞാൻ സ്വർഗത്തിലേക്കില്ല എന്ന് പറയാൻ 94 വർഷം ജീവിച്ചപ്പോഴും 11 റകഅത്തും നിന്നുകൊണ്ട് വിത്ർ നിസ്കരിച്ച താജുൽ ഉലമയില്ലേ എസ്എസ്എഫുകാരാ. നമുക്ക് നൂറുൽ ഉലമയില്ലേ ചെറുപ്പക്കാരാ. ആ പ്രതീക്ഷ കൈവിടാതെ പ്രവർത്തിക്കാൻ കഴിയണം. ആരെന്ത് നമ്മെ പറഞ്ഞാലും ആരെത്ര കുറ്റപ്പെടുത്തിയാലും ആരെത്ര മനസ്സ് വേദനിപ്പിച്ചാലും എനിക്ക് പ്രതീക്ഷ താജുൽ ഉലമയാണ്, എനിക്ക് പ്രതീക്ഷ സുൽത്താനുൽ ഉലമയാണ്, എന്റെ പ്രതീക്ഷ നൂറുൽ ഉലമയാണ്. എനിക്ക് താങ്ങാകേണ്ടത് ബദറുസ് സാദാത്താണ്. ആഖിറത്തിൽ എന്റെ കൈ പിടിക്കേണ്ടത് പേരോട് ഉസ്താദാണ്. ഈ ഒരു നല്ല ബോധത്തോടെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയത്തിലും ആദർശത്തിലും അടിയുറച്ച് ജീവിച്ചുകൊണ്ട് ചെറുപ്പക്കാരെ ആരോഗ്യങ്ങൾ ഭൗതിക സുഖത്തിന് നഷ്ടപ്പെടുത്താതെ ആയുസ് സുഖലോപനങ്ങളിൽ നഷ്ടപ്പെടുത്തി കളയാതെ ഈമാനോടെ ജീവിച്ച് ആലിമീങ്ങളുടെ പിന്നിൽ നിന്ന് സയ്യിദന്മാരുടെ പിന്നിൽ നിന്ന് പ്രസ്ഥാനത്തിന്റെ പിന്നിൽ നിന്ന് കഴിയുന്ന അത്രയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ച് നമ്മുടെ നാടുകളിൽ പ്രവർത്തിച്ച് സെക്ടറുകളിൽ പ്രവർത്തിച്ച് ഡിവിഷനുകളിൽ പ്രവർത്തിച്ച് മുഅ്മിനീങ്ങളുടെ തഹ്ലീൽ കേട്ട് മരിക്കാൻ, മുഅ്മിനീങ്ങളുടെ ദുആ കേട്ട് മരിക്കാൻ, മുഅ്മിനീങ്ങളുടെ ആഖിറം വെളിച്ചമാകാനുള്ള മയ്യിത്ത് നിസ്കാരങ്ങൾ കിട്ടി മരിക്കാനുള്ള ഏറ്റവും നല്ല ആരോഗ്യവും സമയവും അല്ലാഹുവിലേക്ക് തിരിക്കാൻ എസ്എസ്എഫ് നിങ്ങളെ വിളിക്കുമ്പോൾ, എസ്എസ് അവസരം തരുമ്പോൾ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാനും തൗഫീഖും വർദ്ധിപ്പിച്ചു പെരുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.